ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൽമതിൽ നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ 2 വർഷമായി 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ റെയിൽവേ വേലി സ്ഥാപിക്കുന്നതിന് 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. ചുറ്റുമതിൽ സ്ഥാപിക്കുന്നതിന് 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. ഇരുമ്പ് വേലി സ്ഥാപിക്കുന്നതിന് 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. ഇവിടെ ഡാഷ് ഗാർഡ് വേലി സ്ഥാപിക്കുന്നതിന് 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. അപ്പോൾ ഈ വന്യജീവികൾ നമ്മുടെ ജനവാസ മേഖലയിലേക്ക് കടന്നു കയറുന്നത് തടയുന്നതിന് വേണ്ട മുന്നൊരുക്കങ്ങളോ നടപടികളോ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഉയർത്തുന്നുണ്ട്. 621 ലക്ഷം രൂപയുടെ ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് തടയാനുള്ള പദ്ധതികൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. അതിൽ 621.17 ലക്ഷം രൂപയുടെ പ്രതിരോധ പരിപാടികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്, പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് സോളാർ വേലി നിർമ്മിച്ചു, 145 കിലോമീറ്റർ ദൂരത്തിൽ 46.90 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ തൂക്കുവേലി നിർമ്മിച്ചു, 4.53 കിലോമീറ്റർ ദൂരത്തിൽ ആനക്കിടങ്ങും, 2.37 കിലോമീറ്റർ ദൂരത്തിൽ ആന മതിലും നിർമ്മിച്ചു. നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായി കാളികാവ് റേഞ്ചിൽ 23.25 കിലോമീറ്റർ സൗരോർജ്ജ തൂക്കുവേലിയും നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന